വെൽക്കം ടു ഹെൽത്തി ലൈഫ്. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്നത്തെ വീഡിയോ റോസ്മേരിയെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒത്തിരി പേര് റോസ്മേരി നമ്മുടെ ഹെയർ കെയർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ എക്സാക്ട്ലി ഉള്ള ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഹെയർ കെയറിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ഫോംസിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് ഇത് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ റോസ്മാരിനസ് ഓഫീസിനാലിസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ലാമിയേസി ഫാമിലിയാണ്. അപ്പോൾ ഹെയർ കെയർ എന്നുള്ളത് മാത്രമല്ല, ഇതിൽ ഒട്ടനവധി ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടിയുണ്ട്. ഇത് നമ്മുടെ ഓർമ്മ, ശ്രദ്ധ, ഏകാഗ്രത ഒക്കെ വർദ്ധിപ്പിക്കാനും നമ്മുടെ സ്ലീപ്പ്, ഉറക്കം കറക്റ്റാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മുടിയുടെ വളർച്ച, മുടിയുടെ തിളക്കം ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പിന്നെ താരൻ കുറയ്ക്കും, നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് കുറയ്ക്കും. അതുപോലെ തന്നെ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിന് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അകാല നരയ്ക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഇത് നല്ലതാണ്. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന കാർണോസിക് ആസിഡ് ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ഉണ്ട്, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പണ്ട് തൊട്ട് തന്നെ ഇത് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സാലഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റോസ്മേരി ടീ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഹെയർ ഗ്രോത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നത്, ഏത് തരം ഹെയർ കണ്ടീഷൻസിനാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ആൻഡ്രോജനിക് അലോപേഷ്യയിൽ വർക്ക് ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതായത് മെയിൽസിനും ഫീമെയിൽസിനും ഈ പ്രശ്നം വരാം. മെയിൽസിലാണെങ്കിൽ മെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയും, അതായത് ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ ഹെയർ ലോസ് ഉണ്ടാകുന്നത്. ഫീമെയിൽസിനാണെങ്കിലും ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയും. അപ്പോൾ ഇതിന് ഈ കണ്ടീഷനിൽ ഒരു 6 മന്ത് നമ്മൾ ഒരു 6 മാസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്, ഈ റോസ്മേരി ഓയിൽ. അതുപോലെ തന്നെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്കാൽപ്പ് ഹെൽത്തി ആവും. അപ്പോൾ ഹെയർ ഫോളിക്കിൾസും ഹെൽത്തി ആവും, ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ആവും, ഹെയർ ഫോൾ കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഡാൻഡ്രഫിൽ ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഡാൻഡ്രഫിനെ കുറയ്ക്കും ഇത്. അപ്പോൾ ഡാൻഡ്രഫ് കൊണ്ടുണ്ടാവുന്ന ഹെയർ ഫോളിൽ നമുക്ക് ഇത് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാം. ഇനി സ്കാൽപ്പിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ കുറയ്ക്കും. അതായത് എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് നിങ്ങളുടെ ഹെയർ ഫോൾ എങ്കിൽ നമുക്ക് ഇത് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ സ്കാൽപ്പിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡോക്ടറെ മീറ്റ് ചെയ്തിട്ട് ഡോക്ടറിൻ്റെ അഡ്വൈസും കൂടി എടുക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കാം. ഇനി ഇത് ഏതൊക്കെ തരം ഫോമിലാണ് നമുക്ക്, ഏതൊക്കെ ഫോംസിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പം ഇതിൻ്റെ ഇലയുടെ പൊടി, അതായത് ഇത് ഇല പൊടിച്ചത്, ഇലയുടെ പൊടി നമുക്ക് ഹെന്നയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഹെന്ന ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് ഇലയുടെ പൊടി യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഹെയർ ഗ്രോത്തിന്. അതുപോലെ തന്നെ ഇത് തിളപ്പിച്ച് ഇതിൻ്റെ ഡ്രൈ ലീവ്സ് തിളപ്പിച്ച വെള്ളം, അത് കുറച്ച് ഡ്രൈ ലീവ്സ് എടുക്കുക, അത് വെള്ളത്തിലിട്ട് തിളപ്പിക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ആറിയതിന് ശേഷം അതൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് ആ വെള്ളം സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, അതുപോലെ തന്നെ സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും. ഡാൻഡ്രഫ് ഉള്ള കേസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യും. പിന്നെ ഇത് എണ്ണ കാച്ചുമ്പോൾ റോസ്മേരി ലീവ്സ് ഇട്ടിട്ട് എണ്ണ കാച്ചി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽസും അവൈലബിൾ ആണ്. ബട്ട് അതൊന്നും നമ്മുടെ സ്കാൽപ്പിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് ഹൈലി പൊട്ടൻ്റ് ആണ്, അതായത് വളരെ വീര്യം കൂടിയതാണ്. അതൊന്നും നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല. അത് യൂസ് ചെയ്യണമെങ്കിൽ അത് ഒരു കാരിയർ ഓയിലിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല ഡയല്യൂട്ട് ആക്കിയാൽ മാത്രമേ അത് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ റോസ്മേരി, ഇപ്പോൾ എണ്ണയൊക്കെ കാച്ചുമ്പോൾ റോസ്മേരി ഇട്ടിട്ട് എണ്ണ കാച്ചി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം സ്പ്രേ ചെയ്യുന്നത് യൂസ്ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്തിരുന്നാലും ഈ ഹെയർ ഫോളിൻ്റെ കാരണത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളിത് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഹെയർ ഫോൾ ഒരു ഹോർമോണൽ ഇഷ്യൂ കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ അതിനെ ആദ്യം അഡ്രസ്സ് ചെയ്യുക, ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് ഇൻറ്റേർണലി എടുക്കുക. അതിനുശേഷം എക്സ്റ്റേണലി റോസ്മേരി ഒക്കെ യൂസ് ചെയ്യുന്നത് ഫലപ്രദമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നം അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതിനുശേഷം നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഹെയർ ഗ്രോത്ത് നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ റോസ്മേരിയെ കുറിച്ചിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കോമൻറ്റായിട്ട് നിങ്ങൾക്ക് ഇടാം. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.